ഒഫീഷ്യൽ ആന്തം ലോഞ്ചിനാണ്. സോ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അത്രയും എനർജറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഒഫീഷ്യൽ സെറമണിയിലോട്ട് കടക്കാം അല്ലേ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ ചെയർമാൻ ഡോക്ടർ AP ഹസൻ കുഞ്ഞി. സോ സാറിന് നല്ലൊരു കൈഡിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു പ്രൊമിനന്റ് ഇന്ത്യൻ ബിസിനസ് മാൻ ആണ്, സോഷ്യോ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആണ്, ആൻഡ് നമ്മുടെ കണ്ണൂരുകാരനാണ്. കൂടാതെ മെഡ്ടെക് കോർപ്പറേഷൻ ഖത്തർ അതിൻ്റെ ചെയർമാൻ ആണ്, ജെംസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ചെയർമാൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് ചെയർമാൻ ആണ്, എസെറ്റ് ഹോംസിന്റെ ഡയറക്ടർ ആണ്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡയറക്ടർ ആൻഡ് വാട്ട് നോട്ട് സർ. സോ സാറിന് നല്ലൊരു കൈഡിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ഓവർ ടു യു സർ. ആദരണീയരായ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പന്തുകളിയെ സ്നേഹിക്കുന്ന കണ്ണൂർക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു. കൂടാതെ ഇന്നിവിടെ നമ്മുടെ കൂടെയുള്ള ഹെഡ് കോച്ച്, അസിസ്റ്റൻറ്റ് കോച്ച്, ഗോൾ കീപ്പർ കോച്ച്, സ്ക്വാഡ് ഓഫ് പ്ലേയേഴ്സ് 25 പ്ലേയേഴ്സ്, അതിൽ 6 സ്പാനിഷ്, 5 സ്പാനിഷ് പ്ലേയേഴ്സും ഒരാൾ കാമറോൺ പ്ലെയറുമാണ്. അവരെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പരിപാടിയിലെ ഒരു അജണ്ട. കണ്ണൂർ വാരിയേഴ്സിന് ഞാൻ കൂടാതെ മറ്റ് 4 പേര് കൂടി പാർട്ട്ണറുമായിട്ടുണ്ട്. മിസ്റ്റർ ബിബു ജോസ് ഈസ് ഫ്രം കൊച്ചിൻ, മിസ്റ്റർ സാലി മുഹമ്മദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് മാനേജ്മെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, IAM ആണ് ഇതിൻ്റെ ഒരു പങ്കാളി. ഡോക്ടർ അജിത്, അദ്ദേഹം ഇന്ന് ഓസ്ട്രേലിയയിലാണ്, ആവശ്യത്തിന് അദ്ദേഹം പോകേണ്ട വന്നു, അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാമായിരിക്കും 2 ദിവസം മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിയ ആട്ടം എന്ന സിനിമയുടെ നിർമ്മിതാവ് മിസ്റ്റർ അജിത് ജോയ്, നമ്മുടെ വി ആർ പ്രൗഡ് ഓഫ് ഹിം. അദ്ദേഹം നമ്മുടെ പാർട്ട്ണറാണ്. വേറൊരു പാർട്ട്ണർ KM വർഗീസ്. ഇപ്പോൾ എനിക്ക് അനൗൺസ് ചെയ്യാനുള്ള മറ്റൊരു പ്രതിഭ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം സിനിമാ നടൻ, നമ്മുടെ കണ്ണൂരിൻ്റെ പുതിയാപ്പള ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് കണ്ണൂർ വാരിയേഴ്സിൻ്റെ സെലിബ്രിറ്റി പാർട്ട്ണർ ആവാൻ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു കൈയടി കൊടുക്കുക. ഇവിടെ അവതാരക പറഞ്ഞതുപോലെ സൂപ്പർ ലീഗ് കേരളയുടെ 6 ടീമുകളിൽ കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂരിൻ്റെ സ്വന്തം ക്ലബ്ബാണ്. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂരിൻ്റെ ഒരു ടീം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് ഓപ്ഷനിൽ എടുക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും തീരുമാനിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂരിൻ്റെ ഫുട്ബോൾ ചരിത്രവും പാരമ്പര്യവും നിലനിർത്തുമെന്ന് മാത്രമല്ല, അതിൻ്റെ നഷ്ടപ്പെട്ട ഗ്ലോറി പിടിച്ചെടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കറിയാം, പ്രഗത്ഭരായ കളിക്കാർ മാത്രം ഉണ്ടായാൽ ഒരുപക്ഷെ കളി ജയിച്ചെന്ന് വരില്ല. കാണാൻ വരുന്ന കളിക്കാരുടെ ആരവവും ആവേശവും ആർത്തുവിളിയുമൊക്കെ കളിക്കാർക്ക് ആവേശം നൽകും, അവർക്ക് കളിക്കാനുള്ള പ്രത്യേക ഉത്തേജനം ലഭിക്കുന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള നിങ്ങളെല്ലാവരും, ഇവിടെ വരാത്ത കണ്ണൂർക്കാരെല്ലാവരും എല്ലാ കളികളും കാണുവാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടാവണമെന്നും, പ്രത്യേകിച്ച് കണ്ണൂർ വാരിയേഴ്സിൻ്റെ കളി വരുമ്പോൾ അവിടെ നമ്മൾ പറയുമ്പോൾ കൂക്കി തോപ്പിക്കുക എന്ന്, അതുപോലെ നിങ്ങൾ കൂക്കി തോപ്പിക്കേണ്ടുന്ന ആളുകളാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. കണ്ണൂർ വാരിയേഴ്സ്
ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലബാർ പാലസിൽ വെച്ച് ഒരു പ്രസ് ക്ലബിൽ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നു. അന്ന് വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ദുഃഖാചരണ സമയമായതുകൊണ്ട് നമുക്ക് ആ പരിപാടി വലിയ ബൃഹത്തായ ഒരു പരിപാടിയെ നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടത്താൻ നമ്മൾ തീരുമാനിച്ചതും. സൂപ്പർ ബോൾ പാസിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോകുന്ന 1000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സൂപ്പർ പാസ് ഇന്നലെ കണ്ണൂരിൽ എത്തി. 2-3 സ്ഥലങ്ങളിൽ അവർക്ക് സ്വീകരണം കിട്ടി. അവർ ഇന്ന് ഇവിടെ ഈ വേദിയിലും അവരെ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ട്. കളിക്കാരെ പരിചയപ്പെടുത്തണം, കോച്ചിനെ പരിചയപ്പെടുത്തണം, നിങ്ങൾ കോച്ചുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാം. ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് കണ്ണൂർ വാരിയേഴ്സ്, ജയ് കണ്ണൂർ വാരിയേഴ്സ്, ജയ് കണ്ണൂർ വാരിയേഴ്സ്. താങ്ക് യു സോ മച്ച്. കൈൻഡ്ലി പ്ലീസ് സ്റ്റേ ബാക്ക്. അടുത്തതായിട്ട് നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സിനെയും, നമ്മുടെ കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ എല്ലാ ഡയറക്ടേഴ്സിനെയും വേദിയിൽ 1 by 1 ആയിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മെബു ജോസ് നെറ്റിക്കാടൻ. മിസ്റ്റർ മെബു ജോസ് നെറ്റിക്കാടൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, turned into a businessman who owns several ventures in Qatar, UAE and India. Sir, welcome. ആൻഡ് അടുത്തതായിട്ട് ഞാൻ പേരിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് CA മുഹമ്മദ് സാലി FCA. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കൂടാതെ IAM സ്റ്റഡീസിന് മാനേജിംഗ് ഡയറക്ടർ ആണ്. IAM സ്റ്റഡീസ് CA, ACCA, CMA പോലുള്ള ഒരുപാട് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓഫർ 15 years ആയിട്ട് നമ്മുടെ എല്ലാവരെയും CAയും ACCAയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യെസ്, അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് വൺ ഓഫ് ദി ഡയറക്ടർ ഡോക്ടർ അജിത് ജോയ്. ഒരു ഡോക്ടറാണ്, ബിസിനസ് ആണ്, പ്രൊഡ്യൂസറാണ്, കൂടാതെ നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. എന്നാലും ഹി ഈസ് വൺ അമംഗ് ദ ഡയറക്ടേഴ്സ്. അതുകൂടാതെ തന്നെ മറ്റൊരു ഡയറക്ടറാണ് KM വർഗീസ്, എ പ്രൊമിനന്റ് ബിസിനസ് മാൻ ഫ്രം മിഡിൽ ഈസ്റ്റ്. സോ അദ്ദേഹവും വൺ ഓഫ് ദി ഡയറക്ടറാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്ന നമ്മുടെയൊക്കെ ഡിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ മരുമകൻ, കണ്ണൂരിൻ്റെ പുയ്യാപ്പിളയായ നമ്മുടെ സ്വന്തം സെലിബ്രിറ്റി ഡയറക്ടർ ആസിഫ് അലിയെ നല്ലൊരു കൈഡി ഉൾപ്പെടെ സ്വാഗതം ചെയ്യും. ഇവരൊക്കെയാണ് നമ്മുടെ കണ്ണൂർ FC, കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഹസൻ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ഒരു ഫുട്ബോൾ ഫ്രാഞ്ചൈസി തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു ആവേശമാണ്. കണ്ണൂരിൽ എന്ത് ഡെവലപ്മെൻറ്റ് വന്നാലും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. ഫുട്ബോൾ കണ്ണൂർക്കാരെ സംബന്ധിച്ചോളം ഒരു ആവേശമാണ്. കണ്ണൂരിൽ 100-ലധികം ക്ലബ്ബുകളുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 55ഓളം ക്ലബ്ബുകൾ, അത് 100 കൊല്ലം പഴക്കമുള്ള ക്ലബ്ബുകൾ ഇന്നുമുണ്ട്. കണ്ണൂരിന് ഒരു വലിയ പ്രതാപകാലമുണ്ടായിരുന്നു, ഒരു ഗ്ലോറി ടൈം. അത് ഐ തിങ്ക് വി ആർ ലൂസിങ്. ദർ ആർ ലോട്ട് ഓഫ് റീസൺസ്. നല്ല ഗ്രൗണ്ടുകളുടെ അഭാവം, ഫെസിലിറ്റീസിൻ്റെ അഭാവം, ടെക്നിക്കൽ അഭാവം, ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ നല്ല ഒരു ക്ലബ്ബ് സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ടും ഇവിടെ കളിയിലും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സൂപ്പർ ലീഗ് കേരളയുടെ കണ്ണൂർ വാരിയേഴ്സിനെ എടുക്കുന്നത് കൂടി എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന്
കണ്ണൂരിലെ ഈ കണ്ണൂർ വാരിയേഴ്സിന് ഹോം ഗ്രൗണ്ട് ഇല്ല. നമ്മൾ ഈ പ്രാവശ്യത്തെ സീസണിൽ ഹോം ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കാലിക്കറ്റാണ്. കാരണം ഇവിടുത്തെ ഹോം ഗ്രൗണ്ടിൽ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ സൗകര്യമില്ല. പക്ഷെ അടുത്ത സീസണിലേക്ക് അത് ഉണ്ടാവുമെന്നും അതിന് ഇവിടുത്തെ പിന്നെ കോർപ്പറേഷനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതിന് പരിശ്രമിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അടുത്ത സീസണിൽ നമുക്ക് ഹോം ഗ്രൗണ്ട് കണ്ണൂർ തന്നെ ഉണ്ടാവണം എന്ന് ഒരു വാശിയോട് കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ കണ്ണൂർ വാരിയേഴ്സ് എടുക്കാനുണ്ടായ എൻ്റെ ആവേശം. താങ്ക് യു സോ മച്ച് സർ. വളരെ ഇൻസ്പിറേഷണൽ ടോക്ക് ആയിരുന്നു. എന്തായാലും നമ്മുടെ കണ്ണൂരിലുള്ള ആ ഒരു പഴയ ഫുട്ബോൾ തരംഗം തിരിച്ചു പിടിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ ഉദ്ദേശം. എന്തായാലും താങ്ക് യു സോ മച്ച്. സോ ആസിഫ് അലി, താങ്കളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. സോ നമുക്കറിയാം. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കണ്ണൂരിൻ്റെ പുയ്യാപ്പിള എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് കിട്ടിയ ഈ സ്നേഹത്തിന് ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് തിരിച്ചു തരാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ കണ്ണൂരിൻ്റെ ആ ഫുട്ബോൾ കൾച്ചർ, കണ്ണൂരുകാർ ആരാണെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് വി ആർ കോളിംഗ് ദി ടീം കണ്ണൂർ വാരിയേഴ്സ്. നമ്മൾ പോരാടും യോദ്ധാക്കളാണ് നമ്മൾ. അപ്പൊ എനിക്കോ ഇവർക്കോ കിട്ടുന്ന കയ്യടിയേക്കാൾ മുകളിൽ ഇനി ഉയർന്ന് കേൾക്കേണ്ടത് ഈ പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. യു ഗൈസ്, മിസ്റ്റർ കോച്ച് മാത്യു, യു ഗോണ ഷോൾഡർ ഹൈ ഹോപ്സ് ആൻഡ് ഹൈ റെസ്പോൺസിബിലിറ്റീസ്. വളരെ വാശിയേറിയ, വളരെ ഇന്നോവേറ്റീവായ രീതിയിലാണ് ഇതിൻ്റെ ഗെയിമിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ ഒരു സെലിബ്രിറ്റി ഫേസ് ഒരു ഫുട്ബോൾ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പോർട്സായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ പറയും ചെറുപ്പം മുതലേ ഞാനൊരു പ്ലെയർ ആയിരുന്നു അല്ലെങ്കിൽ ഞാനൊരു ഫുട്ബോൾ ആരാധകനായിരുന്നു എന്നൊക്കെ. ഞാൻ ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകനല്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊപ്പം പഠിക്കണമെന്നും ഈ കളിയെ കൂടുതൽ മനസ്സിലാക്കണമെന്നും നിങ്ങളുടെ കൂടെ വിജയങ്ങൾ ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. വേൾഡ് കപ്പിന് മാത്രം ഫുട്ബോൾ കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തോന്നിയ ഒരു ചിന്തയാണ് 140 കോടി ആളുകളുള്ള ഇന്ത്യയിൽ നിന്നൊരു വേൾഡ് കപ്പ് ടീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ പകുതി പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പകുതി ബാക്കപ്പ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടീമുകളും അവരുടെ കളികളും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഫുട്ബോൾ ക്ലബ്സിന് വേണ്ടി നമ്മൾ ചിയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ വിട്ട് ടുവേർഡ്സ് മലബാറിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ കൂടുന്നത്? വേൾഡ് കപ്പ് സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം ഹരമാണ് കിട്ടുന്നത്. അർജന്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി നമ്മൾ തമ്മി തല്ലാറുണ്ടല്ലേ? എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തുകൂടാ? അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായി ഇന്ന് ഈ ദിവസം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് കളിക്കാൻ വരുമ്പോൾ ഈ ദിവസത്തെക്കുറിച്ച്, ഈ സംസാരത്തെക്കുറിച്ച് ഇനി നമ്മൾ ഓർക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഗ്രൗണ്ടിൽ കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ആസിഫ് അലി. സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആസിഫ് അലി. അപ്പം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ജില്ലക്കാരനാണല്ലോ. അപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ വാരിയേഴ്സ് FC-യെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു വൺ റീസൺ എന്താണ്? എന്തായിരിക്കും? എന്താണ്? Successful man, there is a woman behind. വെറുതെ അല്ല നിങ്ങൾക്ക് ഇത്ര കയ്യടി എവിടെ? അതിലുമുപരി ആസിഫ് അലിനെ അറിയപ്പെടുന്ന കണ്ണൂരിന്റെ മകനായിട്ടാണ്. ലോകത്ത് എവിടെ യാത്ര ചെയ്യാലും പിയാപ്ലേ എന്നൊരു വിളി കേൾക്കും ഞാൻ. ആ വിളി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ ഒരുപാട് ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഈ സ്റ്റേജിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ, ഇവരെ ഞാൻ പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളെങ്കിലും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഇവരെല്ലാവരും മാതൃകയായിരിക്കും എന്ന് എനിക്ക് ഈ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായി. വളരെ ബുദ്ധി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന നല്ല ബിസിനസ്സുകാരുടെ കൂടെയാണ് ഞാനുള്ളത്. അപ്പൊ ഇനി മുന്നോട്ട് പോക്കിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ മെബി സാർ, നമുക്കറിയാം സാറും ആസിഫ് അലിയെ പോലെ കണ്ണൂർക്കാരനല്ല. എന്നാലും
സാറിൻ്റെ നാട് വിട്ട് നമുക്കറിയാം അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു സിറ്റിയാണ് എറണാകുളം. സോ അവിടെ വിട്ട് ഇവിടെ നമ്മുടെ കണ്ണൂരുകാരെ സപ്പോർട്ട് ചെയ്യാൻ സാർ എത്താനുള്ള ആ ഒരു റീസൺ? അതിന് ഒരു വളരെ പ്രത്യേക റീസൺ ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ കൂടെ നിൽക്കുന്ന കണ്ണൂർക്കാരനാണ്. ഞങ്ങൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ പാഷനുണ്ട്. ആ പാഷനും ആ സ്ട്രെസ്സും എല്ലാം മാറ്റി തരുന്നത് ഹസനിക്കയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലെങ്കിലും പുള്ളിയുടെ അഡ്വൈസുകൾ എപ്പോഴും എടുക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കണ്ണൂർ വാരിയേഴ്സ് എന്നൊരു ഫുട്ബോൾ ടീം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെ വിളിച്ചു, മിബു പോരുന്നോ? എനിക്ക് രണ്ടാമതൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. ഞാൻ റെഡി എന്ന് പറഞ്ഞു പോന്നു. പിന്നെ കേരളത്തിലെ കണ്ണൂരെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഫുട്ബോൾ ചരിത്രമുണ്ട്. 1970-ഉം 90-ഉം കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പ്ലേയേഴ്സിനെ സംഭാവന ചെയ്തൊരു ഡിസ്ട്രിക്റ്റാണ് കണ്ണൂർ. മാത്രമല്ല ഖത്തറിൽ ഒത്തിരി നല്ല കണ്ണൂർ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് കീ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം സ്റ്റേഡിയത്തിൽ. നമ്മുടെ ഹോം ഗ്രൗണ്ട് കോഴിക്കോടാണ്, കാലിക്കറ്റാണ്. നിങ്ങൾ എല്ലാവരും ഹസനിക്ക പറഞ്ഞ പോലെ കൂക്കി ജയിപ്പിക്കണം. ഓക്കെ, കണ്ണൂർ വാരിയേഴ്സ് കീ. യെസ്, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആക്ച്വലി ഈ കണ്ണൂർ വാരിയേഴ്സിന്റെ ലോഞ്ച് ഒരു വലിയ ഇവന്റ് ആയിട്ട് ചെയ്ത് ഫസ്റ്റ് ഇവന്റ് മുതൽ ഇതിനൊരു കിക്ക് സ്റ്റാർട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാട് ദുരന്തം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ മിനിമലായി നമ്മൾ വളരെ ഒതുക്കത്തോടു കൂടി ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഓടട്ടെ. ഇനി കണ്ണൂർ വാരിയേഴ്സിനെ ബേസ് ചെയ്ത് നടത്തുന്ന ഓരോ ഇവന്റും നമുക്ക് സംഭവ ബഹുലമാക്കാം. യെസ്, അങ്ങനെ നമ്മൾ സംഭവ ബഹുലമാക്കാൻ പോവുകയാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ എല്ലാ ഇവന്റ്സും. മിസ്റ്റർ ആസിഫ് അലി, നമ്മുടെ കൂടെ ഈ കണ്ണൂർ വാരിയേഴ്സിൽ ചേരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായി. പക്ഷെ പുള്ളിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അത് അനൗൺസ് ചെയ്യരുത്, ഇത് ദുഃഖാർജനത്തിൻ്റെ സമയമാണ്, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ഇന്നലെയാണ് മുനിഞ്ഞാതാണ് കൃത്യമായി പുള്ളി പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ പേര് കൊടുക്കാം. സല്യൂട്ട് യു. യെസ്, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് സാലി സർ. നമുക്കറിയാം IIM സ്റ്റഡീസ് പോലുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലാണ് സാർ നിൽക്കുന്നത്. പക്ഷെ അവിടെ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ് സാർ എത്തിയിരിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു റീസൺ കൂടി ഒന്ന് നമ്മൾ അറിയിച്ചൊള്ളായിരുന്നു. യെസ്, തീർച്ചയായും വിദ്യാഭ്യാസവും സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇറ്റ്സ് ലൈക്ക് എ ഡ്രഗ്സ് ടു മീ. ഇറ്റ്സ് ലൈക്ക് എ ഡ്രഗ്സ്, ഒരു വല്ലാത്ത ഹരമാണ് രണ്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് നോളജ് ഓഫ് കോഴ്സ് ഇറ്റ്സ് മെൻ്റൽ ഹെൽത്ത്, ഇറ്റ് സപ്പോർട്ട്സ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ വേറെവർ ദർ ഇസ് എ ചാലഞ്ച്, ലൈക്ക് നമ്മുടെ ആസിഫ് അലി സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഒരു വേൾഡ് കപ്പിലേക്കുള്ള ടീം എത്തിയിട്ടില്ല. ഇറ്റ്സ് എ ചാലഞ്ച് ബിഫോർ അസ്. അത് നമ്മൾ കോൺകർ ചെയ്തേ പറ്റൂ. സോ ഇതുപോലെയുള്ള സ്മോൾ സ്റ്റെപ്പിലൂടെ നമ്മൾ ഓഫ് കോഴ്സ് ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കും. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളൊരു 10-15 വർഷ കാലഘട്ടം കൊണ്ട് ഈ കേരളത്തിലുടനീളം ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും ഒരുപാട് ACCSനും പ്രൊഡ്യൂസ് ചെയ്തു. വി നോ ദാറ്റ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ വാസ് CAEs ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപാട് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദ സെയിം വേ എന്താ പറയുക, നമ്മൾ സ്പോർട്സിലും ഒരു വിജയക്കൊടി പാറിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു വെഞ്ചറിലേക്ക് ചുവടുവെച്ചത്. ആൻഡ് അഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പല ലഹരി ഉണ്ടല്ലേ, ഒരു ആക്ച്വൽ ലഹരി ഉണ്ട്, അല്ലെങ്കിൽ എന്താ ഇത് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് മൈ ഡ്രഗ്സ് ആൻഡ് ഐ പ്രപ്പോസ് യു ടു ദ സെയിം. താങ്ക് യു. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് നമ്മുടെ ലിജൻഡറി കപിൽ ദേവ്. അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞത്, പക്ഷേ നമ്മൾ കൊടുത്ത സമയം വളരെ ചെറിയ നോട്ടീസ് ടൈം ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം വരാമെന്ന് എന്നോട് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും കളിയിൽ പുള്ളി വന്നിരിക്കും. അദ്ദേഹം ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്യുന്നു. വിത്ത് ഓൾ യുവർ പെർമിഷൻ. Hi Hassan Saab, good evening. I believe you bought the league in Kerala Football League and Kannur team. I want to wish you all the luck. I wish one day I can come and spend time with you. I like to wish you and your entire team good luck and all the success and happiness.
Well done. Keep it up. യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമുക്ക് കപിൽ സാറുടെ സപ്പോർട്ട് കൂടി കണ്ണൂർ വാരിയേഴ്സിനെ കിട്ടിയിരിക്കുകയാണ് അല്ലേ? പിന്നെ ഇതിൽ എന്ത് വേണം നമുക്ക്? നല്ലൊരു ഗൈഡ് ആവും പ്ലീസ്. യെസ്, താങ്ക് യു സോ മച്ച്. സോ അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു കണ്ണൂരിൽ ഒരുപാട് ഫുട്ബോൾ ചരിത്രം ഉണ്ടെന്ന്. സോ നമ്മുടെ കണ്ണൂരിൻ്റെ പേര് ലോകത്തിന് മുൻപിൽ പ്രശസ്തമാക്കിയ മുൻകാല താരങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായിട്ട് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. സോ 1 by 1 ആയിട്ട് നമ്മുടെ ഫുട്ബോൾ താരങ്ങളെയൊക്കെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ സാറിന് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ്, ബിക്കോസ് ഇത്രയും സാറിന്റെ കയ്യിലാണ് നമ്മുടെ ഒഫീഷ്യൽ ആന്തം എന്നത് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ടുണ്ട്. ബിക്കോസ് സാറിന്റെ ജോണ് നമുക്കറിയാം ഒട്ടുമിക്കതിൽ നിന്നും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ജോണേഴ്സ് ആണ് സാർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയാണ് ആ ഒരു ഒഫീഷ്യൽ ആന്തം, നമ്മുടെ കണ്ണൂർ വാരിയേഴ്സിന്റെ ആ ഒരു ആന്തം കേൾക്കാനായിട്ട്. സോ സർ, over to you please. Thank you. Good evening. Can I have a little more level on the monitors, please? Monitors. Good evening, Kannur. First and foremost, in your moment, I'd like to take this moment. I'd like everybody to listen to me, please. This is a moment of a lot of happiness, a lot of future, a lot of expectations. But there are people, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ നമ്മുടെ സ്വന്തം അനിയത്തിമാരും ചേട്ടന്മാരും അമ്മമാരും അച്ഛന്മാരും ഒഴുകിപ്പോയൊരു ദിവസമുണ്ട്. I want us all to stand up for 1 minute. 1 minute of silence that Kannur Warriors offers to the souls that have left us. Thank you. Please sit. Greetings, my brother Asif Ali, Mibu, Dr. Sadi, Dr. Hassan Kudi, to all the dignitaries here. So our special guest from UAE has arrived. I would like to welcome Ali Hassan Sulaiman Hazan Al Shehi, Abdullah Muhammad Ali Al Danki Al Shehi, Rashid Saeed Rashid Abad Al Shehi to the grand official anthem launch function of Kannur Warriors FC. Hello sir, and kindly please be seated. Over to you sir again. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ വലിയൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ സുഹൃത്തും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടുമായ ഡോക്ടർ അജിത് ജോയ്, മിസ്റ്റർ മിബു, ഡോക്ടർ മുഹമ്മദ് ഹാസൻ കുഞ്ഞി ആൻഡ് സാലി. I'd like to thank you all personally. എന്നിലെ ഈ പാട്ട് എന്നിലൂടെ കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ണൂർ എന്ന് പറയുമ്പോൾ, see, first we are Indians and then we are Kannurites now. So I'd like to take this moment
to thank everybody who's been a support to Kannur Warriors. ഇനി ഈ പാട്ടിൻ്റെ എസൻസ് പറയാം. കണ്ണൂർ എന്ന് പറയുമ്പോഴത്തേക്ക് തെയ്യം, പൂരക്കളി, പഞ്ചവാദ്യം ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവന്ന്, and to my brothers who don't understand what I'm saying, Kannur is a land of തെയ്യം, of പൂരക്കളി, of kaitri. Kaitri is handloom. There's a lot of culture in Kannur. And I've tried to encapsulate all that in one song. And I'd like to also take this opportunity to thank a very dear friend of mine who wrote the lyrics to this. Her name is Dolly. And she's the one who actually came up with the slogan. Variga, Jayiga, what is that? Variga. Say that together. Variga, Jayiga, Variga. Yes. And to the entire team of Wonderwall Media, Sumesh Lal, the director, I'd like to thank you for the phenomenal video that you helped bring the power of our song. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല, but I'd like to just take one moment more. ഈ പാട്ടിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുട്ബോൾ is an international game. So something that's very important about internationality is that it's about the world. It's a fusion of world music. So I've tried to encapsulate all that into this song, where you have the taiko drums from Japan, you have the hurdy-gurdy from Ireland, you have the bagpipe from Scotland, we have the chendamelam from Kerala, we have the drums, the guitars. Everything is encapsulated in one song. So I hope you enjoy it, and here's the anthem. ചെമ്പട്ടിൽ മിന്നും കാൽപ്പന്തും ഓളം മലതല്ലി കേൾക്കുമ്പോൾ എൻ നെഞ്ചിൽ എൻ്റെ നാടിൻ്റെ മന്ത്രധ്വനികൾ നേറുമ്പോൾ തെയ്യക്കോലങ്ങൾ കളിയാട്ട് തിരിനീട്ടി അംഗക്കളരി പുൽകേ ഈ പാറും വേഗത്തിൽ കാലണികൾ പായും നിരണഭൂമി യോദ്ധാക്കളെ. നാട്ടിൽ നാവേറും പാട്ടിൽ മുന്നേറും പോരാളികൾ ഉയരുന്നു ചുവന്ന സൂര്യന്മാർ ഒരു മെയ്യൊച്ച Rise up, warrior, rise up, warrior, rise up, warrior, rise up, warriors. Variga, Jayiga, Variga. Thank you. And it gives me a lot of pleasure to do this song. Now, there's a little surprise element. This has not been planned. I'd like the entire football team on stage, please. Everyone, all of you. All the guys on stage. And the directors too, please. This is not planned. This is something that we're going to do together. Please come. Can we cut the music, please? Everyone. The entire football team. Thank you. Thank you. Thank you so much. Thank you so much. Thanks. Thank you all. Okay, can we have extra mics? I want 3 extra mics here. We're all going to do this together. Yeah?
I'm going to separate the entire crowd into two parts. This side and this side, okay? When I do this, you guys say, hey, ready? 1, 2, 3. No, not good. Can be better. 1, 2, 3. 1, 2, 3. Together. Fantastic. Now, ഇനി എല്ലാവരും 3 shots with your hand. എങ്ങനെ? That is 1. Boy, make a big noise playing in the street, gonna be a big man someday. You got mud on your face, a big disgrace, kicking your can all over the place, singing we will rock you. Sing it, 1, 2. We will rock you. Good. Now slow that down to. Can we all stand up for Kannur Warriors? Everybody. Now this is for your team. This is the slogan. This is what the entire world is going to catch up to. It's going to be fire. The power of red. The power of one. The power of Kannur. Okay? You know what it is? I slowed down. Before it was 1, 2, 3, right? This time it is 1, 2, 3 on your chest. 1, 2, 3. 1, 2. Don't say 1, 2, 3. Don't say 1, 2, 3. 1, 2. Got it, right? You guys keep going. You stop. And you say, Variga Jaiga Variga. Variga Jaiga Variga. Everybody. Now the team, can we have the mics please? Where are the mics? Okay. Now let's organize this. That was rehearsal. Other rehearsal, okay? Now we're going to get it all on camera. So, ആദ്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുക, നിങ്ങൾ വരിക ചെയ്യുക വാഴുക പറയുക. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വരിക ചെയ്യുക വാഴുക നിങ്ങൾ പറയുക, ഇപ്പുറത്ത് കൈയടിക്കുക. Okay? Shall we go? So all of us do 1, 2, 3. Okay? Everybody, and say വരിക ചെയ്യുക വാഴുക. 1. So you guys with the hands now. കാൽപന്തിൽ ഓളം മല തല്ലി കേൾക്കുമ്പോൾ എന്നെഞ്ചിൽ എൻ്റെ നാടിൻ്റെ മന്ത്രധ്വനികൾ ഏറുമ്പോൾ തെയ്യക്കോലങ്ങൾ കളിയാട്ട തിരുനീട്ടി അങ്കക്കളരി പുൽകേ തീപ്പാറും വേഗത്തിൽ കാലണികൾ പായും രണഭൂവിൻ യോദ്ധാക്കളേ കണ്ണൂർ 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 വരിക ചെയ്യുക വരിക വരിക ജയിക്ക വാഴുക വരിക ജയിക്ക വാഴുക വരിക ജയിക്ക വാഴുക 2 more times 1 2 3 4 വാഴുക വരിക ജയിക്ക വാഴുക വരിക ജയിക്ക വാഴുക വരിക ജയിക്ക വാഴുക വരിക ജയിക്ക വാഴുക. ഇതാണ് നമ്മുടെ സ്ലോഗൻ. This is what the entire stadium is going to rock. Okay? Thank you very much. Thank you, gentlemen.
Okay, so thank you so Let's much. have Asif and me do that once again. What? Varga Jaika Varga, 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 Varga Jaika Varga. Yes, rise up warriors, Variga, Jaiga, Varga. Thank you so much all directors. Thank you, John Peter. John Thank you, Peter, sir. John Peter. It is wonderful. It has come up. All the best. Congratulations. Keep it up. One, two. Everybody, 2, 3, 4. Very good, Jaika Varga. Very good, Jaika Varga. Very good, Jaika Varga. Very good, Jaika Varga. Varga Jaika Varga. Varga Jaika Varga. Very good, Jaika Varga. Very good, Jaika Varga. May I have your attention to the screen, please? Jaika Varga. Jaika Varga. കണ്ണൂർ വാരിയേഴ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്നും ആവാം. സോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, വി ഹാവ് എ സ്പെഷ്യൽ ഗ്രേറ്റ് ഗസ്റ്റ് ഫ്രം UAE, സർ അലി ഹസൻ സുലൈമാൻ ഹസാൻ അൽ സഹി, സർ അബ്ദുള്ള മുഹമ്മദ് അലി അൽ ദാൻകി അൽ ഷഹി, സർ റഷീദ് സയ്യിദ് റഷീദാബാദ് അൽ സഹി. Okay. So, our special guest from UAE, Ali Hassan Sulaiman Hassan Al Sahi, Abdullah Muhammad Ali Al Danki Al Sahi, Rashid Said Rashidabad Al Sahi. എന്നിവർ നമ്മുടെ സ്പെഷ്യൽ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കണ്ണൂർ വാരിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. So we are very honored as we have them as our support panel. So നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ പോവുകയാണ്. ആദരിക്കാനായിട്ട് നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ കൂടെയുണ്ട്. السلام عليكم ورحمة الله وبركاته. طبعا نحن في جمهورية الهند الشعبية في ولاية كنور. نشكر اللجنة المنظمة على إتاحة الفرصة لنا والدعوة الكريمة لنا في هذا المهرجان، ونشكر نادي كنور الرياضي. شكرا من القلب الدعوة الكريمة، وجزاهم الله ألف خير. نشكركم كل شكر. Thank you for everybody. شكر نادي كنور. نادي كنور. بس مبروك مبروك نادي كنور. السلام عليكم ورحمة الله وبركاته. نشكر اللجنة المنظمة لهذه كرة القدم، وألف مبروك لهم إن شاء الله تعالى وموفقين. السلام عليكم. ما شكرا. കണ്ണൂരിന്റെ ഈ ക്ലബിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹവും. Jaika Varga. Jaika Varga.